കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ? കെ മുരളീധരൻ പലപ്പോഴും കളിയാക്കി പറയുന്ന സെൻറ്റൻസ് തുറക്കും, പിന്നെ തുറക്കാതിരിക്കും BJP, പക്ഷേ SBIയിലായിരിക്കും, അല്ലെങ്കിൽ SBTയിലായിരിക്കും, പഴയ SBTയിലോ SBIയിലോ, പിന്നെ അക്കൗണ്ട് തുറക്കും, എല്ലാവർക്കും അക്കൗണ്ട് തുറക്കാമെന്ന് പറയും. മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോദി സർക്കാർ ഈ ബാങ്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു പരിപാടി തുടങ്ങിയല്ലോ, പാവപ്പെട്ടവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പം അതുപോലെ എല്ലാവർക്കും തുറക്കാൻ പറ്റുമെന്നാണ് കളിയാക്കുന്നത്. പക്ഷെ അതിനെ ഒരു അപമാനം അല്ലെങ്കിൽ ഒരു അപഖ്യാതി അല്ലെങ്കിൽ ഒരു അദ്ദേഹം പറയുന്നതിന് ഒരു എതിരെന്നുള്ള നിലയിൽ രാജഗോപാൽ നിയമത്തിൽ ജയിച്ചു. സുരേഷ് ഗോപി MP ആയി, മന്ത്രിയുമായി. ഇത് രണ്ട് ചരിത്രവും കേരളത്തിൽ കിടപ്പുണ്ട്. പക്ഷേ അത് സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്, സിനിമാ നടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേറെ തള്ളു വന്നു. രാജഗോപാൽ സീനിയർ ആയതുകൊണ്ടാണ് ജയിച്ചത്. രാജഗോപാൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു സാത്വികനായ ആളാണ്, BJP ആണെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ജയിച്ചതെന്നൊക്കെ പറഞ്ഞാൽ അതിനും വേറെ തള്ളു വന്നു. എന്നാൽ എല്ലാ തള്ളിനെയും തള്ളിമറിക്കലിനെയും മാറ്റിക്കൊണ്ട് ഇപ്പോൾ 9 സർവേകൾ, 1-2 സർവേ അല്ല, 9 സർവേകളിൽ 8ഓളം സർവേകളിൽ വളരെ കൃത്യമായി, അല്ല എല്ലാ സർവേയിലും 9 സർവേയിലും കൃത്യമായി NDAക്ക് സീറ്റ് പറയുന്നുണ്ട്. അതിൽ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് ആണ് കുറച്ചുകൂടി ആധികാരികമായിട്ട്, അവർ 3 സീറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ JVC കാരങ്ങളിൽ 3 മുതൽ 7 വരെ സീറ്റ് പറയുന്നുണ്ട്. സംഗതി വഷളാവും. മറ്റ് മാട്രിക്സ് പറയുന്നത് 3 മുതൽ 5 വരെ സീറ്റ് പറയുന്നുണ്ട്. പീപ്പിൾസ് പൾസ് 3 വരെ സീറ്റ് പറയുന്നു. പി മാർക്ക് 1 മുതൽ 4 വരെ. ഇനി പീപ്പിൾസ് ഇൻസൈറ്റാണ് ഒരു 1.5 പറച്ചിലങ്ങ് പറഞ്ഞത് 10 മുതൽ 14 സീറ്റ് വരെ. അങ്ങനെ വരുമോ? അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് പെയ്ഡ് സർവേ ആണോ നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അബദ്ധം സംഭവിക്കും, തൂക്ക് സഭയിലേക്ക് പോകും. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ CNN ന്യൂസ് 18 എന്ന് പറയുന്നത് 4 സീറ്റാണ് പറയുന്നത്. അതേസമയം NDTV 4 സീറ്റ് പറയുന്നു. മലയാള മനോരമയുടെയും സി വോട്ടർ എക്സിറ്റ് പോളും 3 സീറ്റ് പറയുന്നു. എന്തായാലും ഒരു സീറ്റല്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രഭാവത്വം കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അല്ലെങ്കിൽ പേഴ്സണാലിറ്റി കൊണ്ടും നിയമം നേരത്തെ ജയിച്ച സ്ഥലമായതുകൊണ്ടുമൊന്നും ഒരു സീറ്റല്ല, 3 മുതൽ 14 സീറ്റ് വരെ BJPക്ക് പറയുന്നു. അതിൽ 5 സീറ്റ് അവർ പിടിച്ചാലും BJP ഇവിടെ കാലുറപ്പിക്കും. പിന്നെ ഞാനീ പറഞ്ഞല്ലോ, വെള്ളാപ്പള്ളിയുടെയൊക്കെ കാലം കഴിയാറായി. സ്വാഭാവികമായിട്ട് ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയ ചലനമാണ് BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJP ഈഴവരുടെ വോട്ട് നന്നായി പിടിക്കും. നായർ കമ്മ്യൂണിറ്റിയിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ കൂടി കുറച്ച് ചലനവും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ കൂടി കുറച്ച് ചലനമുണ്ടാക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും BJPക്ക് വളരെ വലിയ ഒരു സാധ്യതയുള്ള ഒരു കേരളമാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം, അതിനകത്ത് അംബേദ്കറിസവും അതുപോലെ തന്നെ മുസ്ലിങ്ങളും സുഡാപ്പികളും ദളിതന്മാരും പിന്നെ ഒരുപാട് ശക്തികൾ, നല്ല ശക്തികളും പ്രതിലോമ ശക്തികളും എല്ലാം ഉണ്ട്. അതിനകത്ത് കുറേ സാമ്പത്തിക ഇടപാടുകളും ഒക്കെ ഉള്ള ഒരു വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ദളിത് രാഷ്ട്രീയമായി കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് നല്ലതല്ല. കാരണം അതിനകത്ത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ BJP പോകണമെന്നോ BJP വോട്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ പലപ്പോഴും ഒരു നിഷേധത്തിൻ്റെ രാഷ്ട്രീയം കാണിക്കാറുണ്ട്. അതിനപ്പുറം കുറച്ചുകൂടി ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ CK ജാനുവൊക്കെ LDFിൽ പോയി, NDAയിൽ നിന്നതാണ്, UDFിൽ പോയി. UDFിൽ പോയപ്പോൾ അവർക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് വിചാരിച്ച്, കിട്ടിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, എന്നിട്ടും അതിൻ്റെ ഗുണം പട്ടികജാതി പട്ടികവർഗക്കാരുടെ വോട്ട് CK ജാനു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് UDFിന് കിട്ടുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് വളരെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്ത് BJP അവരുടെ തേരോട്ടം ഉറപ്പിച്ചിട്ടുണ്ട്. 5 സീറ്റ് കിട്ടിയാൽ, കിട്ടുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഈ 9 സർവേകൾ നോക്കുമ്പോൾ അവരാണ് പറയുന്നത് 0 മുതൽ 0, ചിലർ 0 പറയുന്നുണ്ട്, 1-2 സർവേകൾ 0 പറയുന്നുണ്ട്, ആരും ജയിക്കില്ല എന്നും പറയുന്നുണ്ട്. അവിടെ മുതൽ 14 സീറ്റ് വരെ BJPക്ക് പറയുന്നു. അങ്ങനെയാണെങ്കിൽ BJP 5 സീറ്റെങ്കിലും പിടിച്ചാൽ രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ തല ഉയർത്തി നിൽക്കാം. പിന്നെ ബംഗാൾ കഴിഞ്ഞാൽ അടുത്ത നോട്ടം കേരളമായിരിക്കും. 2031 BJPയുടെ കാലമാക്കിയെടുക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും എല്ലാ തന്ത്രങ്ങളും BJP പണിയും. അവിടെ BJPക്ക് അനുകൂലമാകാൻ പോകുന്ന 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയൻ മാറിയാൽ LDFിൻ്റെ ഒരു ഇറക്കമായിരിക്കും. ആ ഇറക്കത്തിൽ CPMനോടൊപ്പം നിൽക്കുന്ന, CPIയോടൊപ്പം നിൽക്കുന്ന ഈഴവരെയും നായന്മാരെ അടക്കമുള്ള ആളുകളെ എത്ര കാലം കൂടെ നിർത്താൻ കഴിയുമെന്നറിയില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ കാലം കൂടെ കഴിഞ്ഞാൽ
ഈഴവർ മാറി ചിന്തിച്ചിരിക്കും. MA ബേബിയെ, തോമസ് ഐസക്കിനെ, ഗോവിന്ദമാഷിനെ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. അത് വലിയ ഒരു ജാതി സമവാക്യത്തിൽ, CPM-നകത്തെ ജാതി സമവാക്യത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കും. അത് ഗുണം ചെയ്യുക BJPക്കായിരിക്കും. നായർ കമ്മ്യൂണിറ്റിക്കകത്തും വലിയൊരു ആശങ്ക അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുടെ വയസ്സാകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് പ്രായാധിക്യം കൂടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷവും ഈ ഈഴവരുടെ ഇടയിൽ വലിയ മാറ്റമായിരിക്കും BJPക്ക് അനുകൂലമായി വരുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇപ്പോൾ ഷോൺ ജോർജ് എങ്ങാനും ജയിക്കുമെന്നറിയില്ല. ഒരു സർവേയിലും ഷോൺ ജോർജ് വന്നിട്ടില്ല, PC ജോർജ് വന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ജയിക്കുകയും മറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്താ സംഭവിക്കാമെന്നറിയില്ല. എന്തായാലും BJPയുടെ കാലം വസന്തകാലം തന്നെയാണ്. BJPക്ക് നന്മ വരുന്നൊരു കാലത്തിലേക്കും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 0 മുതൽ 14 സീറ്റ് വരെ BJP നേടും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് അങ്ങനെ തന്നെ വരുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ 14 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കടന്നു പോയി, BJPക്കാർ പോലും ഞെട്ടിയിരിക്കുന്ന ഒരു സീറ്റായിരിക്കും. പക്ഷേ 4 ദിവസത്തേക്ക്, ഇന്നിപ്പോൾ 1-ാം തീയതി ആയിട്ടില്ല, 30 ആയിട്ടുള്ളൂ, 1, 2, 3, 4 ദിവസത്തേക്ക് BJPക്കാർക്കും മാരാർജി ഫാനിലുള്ളവർക്കും നല്ല പാൽപ്പായസമൊക്കെ വെച്ച് ലഡുവൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിരിക്കാം. 4-ാം തീയതി 10 മണി വരെ പേടിക്കാനില്ല. 10 മണിയായിട്ട് പിന്നെ റിയൽ പായസം കൊടുക്കാം. അതുകൊണ്ട് മനപ്പായസം ആവശ്യത്തിന് ഉണ്ടോളൂ. ഇപ്പം തന്നെ സോഷ്യൽ കാർഡുകളൊക്കെ ഇറക്കിക്കോളൂ. എല്ലാം ആവശ്യമുള്ള പണികൾ BJPക്കാർ ചെയ്തോളൂ. നിങ്ങൾക്ക് 0 മുതൽ 14 വരെ സീറ്റാണ് പ്രവചനത്തിൽ വന്നിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു പറക്കലാം.